من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنت أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല മുഅ്മിനായി മുസ്ലിമായി മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമമുണ്ടാകണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഅ്മിനായി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നീണ്ട ഒരു വിദ്യാഭ്യാസ ഇടവേളയ്ക്ക് ശേഷം, വിജ്ഞാനത്തിന് ഇടവേളയില്ല, എന്നാൽ കലാലയങ്ങൾക്ക്, സ്കൂളുകൾക്ക്, കോളേജുകൾക്ക് ഒരു താൽക്കാലികമായ വാർഷികാവധി ലഭിച്ച് നമ്മുടെ മക്കൾ ഒരു അക്കാഡമിക് ഇയർ എന്ന നിലക്ക് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നും വിദ്യാർത്ഥിയാണ്. മരിക്കുന്നത് വരെ നമ്മളൊക്കെ അള്ളാഹുവിന്റെ ദീന് കൂടുതൽ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇനിയും കൂടുതൽ അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും അവസാനത്തെ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ, അതിന്റെ അള്ളാഹുവിന്റെ കലാം ഇറക്കിക്കൊണ്ടുള്ള തുടക്കം കുറിച്ചതു തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന ആ 5 വചനങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. സുബ്ഹാനല്ലാഹ്, ഏറെ വിശദീകരിക്കേണ്ട ആയത്താണ്. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 6236 ആയത്തുള്ള ഖുർആനിലെ ആദ്യത്തെ ആയത്ത്, ആദ്യമായിട്ടുള്ള വഹയ് തുടക്കം കുറിക്കുന്നത് അങ്ങനെയാണ്. അലഖിൽ നിന്ന് സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവ്. അതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രലോകമേറെ പഠിച്ച് നിഘണ്ടു അതിന് അട്ട എന്നർത്ഥം കൊടുത്തൊരു പദം, തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നത്, അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്, വലിച്ചാൽ നീളുന്നത്, വേർപെടുത്താൻ പ്രയാസപ്പെടുന്നത് എന്നൊക്കെ അതിന് വിശദീകരണങ്ങൾ കൊടുത്തത് കാണാം. അങ്ങനെയായിരുന്നു നമ്മളൊക്കെ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഈ കാണുന്ന രൂപത്തിന്റെ തുടക്കഘട്ടത്തിൽ എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു വേദഗ്രന്ഥം ലോകത്ത് വരണ്ടോ? നീ വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു വേദപുസ്തകം, വേദഗ്രന്ഥം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഇനി രണ്ടാമത് പരിശുദ്ധ ഖുർആനിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ അള്ളാഹു ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഖുൽ ഹൽ അസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ.
ഉണ്ടോ? അതിനേക്കാൾ മനോഹരമായൊരു ചോദ്യമാണ് ആദ്യം ഇറങ്ങിയ തന്നെ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. ഇനി അതേ ഖുർആനിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ അല്ലാഹു മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്താ ചോദിക്കേണ്ടത്? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഇവിടെ സ്കൂളിന്റെയും കോളേജിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഓപ്പണിംഗ് സെറിമണി നടക്കാൻ പോകുന്ന അതിനെക്കുറിച്ചല്ല ചർച്ച. ഞാനെന്ന വ്യക്തി എന്നെക്കുറിച്ച് ആലോചിക്കുകയും നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തിട്ട് സർവശക്തനായ അള്ളാഹു നൽകിയ ചിന്താശക്തി ഉപയോഗിച്ച് പഠന കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കാൻ, എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അവന്റെ ദീനിന്റെ വിശാലതയെക്കുറിച്ച് അറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഒരാത്മപരിശോധന നമ്മളൊക്കെ നടത്തണം. ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഇതിന്റെ തഫ്സീറുകൾ എടുത്താൽ കാണാം. ഇവിടെ ഫിസിക്സിനെ കുറിച്ചോ കെമിസ്ട്രിയെ കുറിച്ചോ ബയോളജിയെ കുറിച്ചോ അതിനെ ഒഴിവാക്കണം എന്നല്ല, ബൗദ്ധികമായ വിജ്ഞാനത്തെക്കുറിച്ച് അതിൽ നിന്ന് മാറ്റി നിർത്തണമെന്നതല്ല, മറിച്ച് എല്ലാം നേടിയ ഒരാൾക്ക് ദീനില്ല എങ്കിൽ പിന്നെ അയാളുടെ വൈജ്ഞാനികമായ ആ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് എന്ത് കാര്യം? ഒരാൾ നല്ല ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ബിരുദാനന്ദ ബിരുദങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുണ്ട്. അയാൾ വാങ്ങിക്കൂട്ടിയ മൊമന്റോകൾ അയാളുടെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്ത പ്രശ്നമാണുള്ളത്. പക്ഷേ അയാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിവില്ല എങ്കിൽ അയാൾ വാങ്ങിക്കൂട്ടിയ ഈ സർട്ടിഫിക്കറ്റുകളും പേപ്പറുകളും മൊമന്റോകളും ട്രോഫികളും നാളെ പരലോകത്ത് അയാൾക്ക് എന്തുപകാരമാണുള്ളത്? വീട്ടിൽ കയറി വരുന്ന ആളുകളുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവായി അത് അവസാനിക്കുന്നു അവന്റെ മരണത്തോടുകൂടി. പലരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട്. അവന്റെ മരണത്തോടുകൂടി ബർസഖിന്റെ ലോകത്തിലേക്കുള്ള യാത്രയോടുകൂടി എല്ലാം അവസാനിക്കുന്നു. എന്ത് പ്രയോജനമാണുള്ളത്? അപ്പൊ പിന്നെ ഇവിടെ ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ദീനിന്റെ പഠനമാണ് എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുകയാണ്. അതിൽ ഖുർആനിന്റെ പഠനമാണ് ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ കുട്ടികളെ കുറിച്ച് ഏതേത് സ്ഥാപനങ്ങളിൽ ചേർക്കണം, ഏത് ക്യാമ്പസിലേക്ക് അയക്കണം, ഏത് സ്റ്റേറ്റിലേക്ക് അയക്കണം, എൻട്രൻസ് കോച്ചിങ്ങിന് എവിടെ തെരഞ്ഞെടുക്കണം, ഓൺലൈൻ മതിയോ ഫിസിക്കലി വേണോ, ഒരുപാട് ആലോചനകളും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. വ്യത്യസ്തമായ സ്റ്റേറ്റിലേക്ക് പറഞ്ഞയക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളുണ്ട്. അവിടുത്തെ ഹോസ്റ്റലിനെ കുറിച്ച്, അവിടുത്തെ കൂട്ടുകെട്ടിനെ കുറിച്ച്, അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സുകളിൽ എത്രയെത്ര അഭിപ്രായങ്ങളാണ് അതേ മിന്നിമറഞ്ഞു പോയിട്ടുള്ളത്. എന്നാൽ എന്റെ മോൻ ഡിഗ്രിക്കാരനായി, എന്റെ മോൻ പ്ലസ് 2 കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പ്രവേശിക്കുകയാണ്, എന്റെ മകൾ SSLC കഴിഞ്ഞ് +1 പ്രവേശിക്കുകയാണ്. നല്ലൊരു ക്യാമ്പസിനെ കുറിച്ച് ആലോചിച്ച അത്ര സമയം എന്റെ മകന്റെയും എന്റെ മകളുടെയും ദീനീപരമായ വിജ്ഞാനത്തെക്കുറിച്ചും എന്റെ മകളുടെയും എന്റെ മകന്റെയും ദീനീപരമായ സ്റ്റാൻഡിനെ കുറിച്ചും നമ്മുടെ മനസ്സുകളിൽ ഇത്രത്തോളം പ്രിയപ്പെട്ടവരെ ഒരു ആലോചന നടന്നിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലേ? നമ്മളോട് ചോദിച്ചു നോക്ക്. SSLCയിലേക്ക് പ്രവേശിച്ച മോള് സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ വെക്കേഷൻ സമയത്ത് അവർ ട്യൂഷൻ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടില്ലേ? 8th ലും 9th ലും 10th ലും പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഏർപ്പാടാക്കി. ക്ലാസ് തുടങ്ങിയിട്ടില്ല. എന്നാൽ എന്റെ മോന് മയ്യത്ത് പോലും നമസ്കരിക്കാൻ, മയ്യത്ത് നമസ്കാരം നേരെ നിർവഹിക്കാനുള്ള അറിവ് പോലും എന്റെ മോന് ശരിയായി കിട്ടിയിട്ടില്ല. എല്ലാം മറന്നിട്ടുണ്ട് അവന്. അവന്റെ കൂട്ടുകെട്ട് അങ്ങനെയായിരുന്നു. ഞങ്ങൾ വിദേശത്തായിരുന്നു, ഞങ്ങൾ ഗൾഫിലായിരുന്നു, ഞങ്ങൾ പല സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് കൃത്യമായ ഒരു മതപഠനം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് 2 മാസം ഒരു ഒഴിവ് കിട്ടിയപ്പോ ഒരു 15 ദിവസം ഒരു ദീനിപരമായ ട്യൂഷൻ ഏർപ്പാടാക്കാൻ എത്ര ആള് ശ്രദ്ധിച്ചു? ഞായറാഴ്ച നടക്കുന്ന നമ്മുടെ മക്കൾക്കുള്ള ദീനീ പഠനത്തിന് വേണ്ടിയുള്ള ഒരു CREയിൽ എന്റെ കുട്ടിയൊന്ന് പോയിരിക്കട്ടെ എന്ന് എത്ര പേർ വിചാരിച്ചു? ഇവിടെ രക്ഷിതാക്കൾ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് മക്കൾ ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ കൈയൊഴിയാം. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്,
പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്തിട്ടുണ്ടോ എന്നൊരാലോചന ഈ സമയത്തുണ്ടാകണം. ശരി, ഇനി മറ്റൊരായത്തിലേക്ക്. ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറയുന്നത് ഖുൽ ഹൽ അസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഈ ചോദ്യം ചോദിച്ചിട്ട് അല്ലാഹു പറയാ, ഇതൊക്കെ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ആലോചന നിമഗ്നരായ ആളുകൾക്ക് അതിൽ കുറെ ആലോചിക്കാനും ചിന്തിക്കാനും ദൃഷ്ടാന്തങ്ങളും ഒക്കെ ഉണ്ട് എന്ന് അല്ലാഹു തആല. ഇനി നമ്മൾ ഈ ഭൗതികമായ അറിവല്ല ഈ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ദുനിയാവിനോട് മാറി നിൽക്കാനൊന്നും അല്ലാഹുവിന്റെ മതം പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ ദുനിയാവിൽ നമുക്ക് തേടിപ്പിടിക്കാൻ പറ്റുന്ന, എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റുകളും വൈജ്ഞാനികമായ രംഗങ്ങളും പദവികളും ജോലിയും നേടാൻ തന്നെയാണ് അള്ളാഹുവിന്റെ മതം പറഞ്ഞിട്ടുള്ളത്. കച്ചവടത്തിലേക്ക് ഇറങ്ങാനാ പറഞ്ഞത്, ബിസിനസ്സിലേക്ക് ഇറങ്ങാനാ പറഞ്ഞത്, അല്ലെ? സാമൂഹ്യമായ പ്രതിബദ്ധത വെക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ദുനിയാവിന്റെ കാര്യം, ആ ഓഹരിയെ നിങ്ങൾ മറക്കണ്ട എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. പക്ഷേ ബേസ് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധത്തോടു കൂടിയായിരിക്കണം. മറ്റൊരായത്തിൽ അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത്, വബ്തഗി. നോക്കൂ നിങ്ങൾ, എത്ര നല്ല പ്രയോഗമാണ്, അല്ലെ? അത് 2-3 പ്രയോഗങ്ങൾ കാണാം. വബ്തഗു എന്ന പ്രയോഗം കാണാം, ഹദീസിന്റെ പ്രയോഗങ്ങളിൽ കാണാം. അവിടെ എന്താ പറഞ്ഞത്? നമ്മളോട് തേടാൻ പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, എന്ത് തേടാനാണ് പറയുന്നത്? ഫീമാ ആതാഖല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിനെ തൊട്ടുകൊണ്ട് നിങ്ങൾ വരാനിരിക്കുന്ന പരലോകമെന്ന് പറയുന്നതിനെ തേടുക, അന്വേഷിക്കുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. പക്ഷേ ഒരു കാര്യം അല്ലാഹു അടിവരയിട്ട് പറഞ്ഞു, വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിന്റെ ഓഹരി നീ മറക്കേണ്ടതില്ല. ദുനിയാവിൽ നിനക്ക് കിട്ടേണ്ട ചില ഓഹരികളുണ്ട്. നീ അധ്വാനിക്കണം, കച്ചവടം വേണം, ബിസിനസ് വേണം, ഏർപ്പാടുകൾ വേണം. 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടലല്ല. നിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി നീ ഇറങ്ങണം. ഒട്ടിയ വയറുമായി പറവകളും പക്ഷികളും കൂടും മരങ്ങളും അതിന്റെ കൂടും വിട്ടിറങ്ങി വൈകുന്നേരം നിറവയറുമായി തിരിച്ചെത്തുന്നത് പോലെ നിന്റെ ഉപജീവന മാർഗത്തിന്, ഹലാലായ മാർഗത്തിലേക്ക് നീ ഇറങ്ങണം. അല്ലാതെ ഞാൻ ഒരു ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാ എന്ന് പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടലല്ല. ദുനിയാവിന്റെ കാര്യം നീ മറക്കണ്ട, മറിച്ച് പരലോകത്തെ നീ തേടിക്കൊണ്ടായിരിക്കണം നിന്റെ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് പോകേണ്ടത്. വഅലമു അന്നമൽ ഹയാത്തു ദുനിയ. ഐഹിക ജീവിതമെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ലോകമെന്ന് പറഞ്ഞാൽ ലഇബുൻ വലഹ്വുൻ വസീന. ഖുർആൻ പറയാ, ലഇബുൻ വലഹ്വുൻ വസീന വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്. പിന്നെ ഒരു ചില ആളുകൾക്ക് ഒരു ഫഖറൊക്കെ വരലാണ്, ഒരു ദുരഭിമാനൊക്കെ വരലാണ്, പെരുമ നടിക്കലാണ്. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇതൊക്കെയാണ് ഐഹിക ലോകമെന്ന് പറഞ്ഞാൽ. മക്കളെ തൊട്ട് ഈ യൗവനം കഴിഞ്ഞ് പിന്നെ ഒരു പ്രായത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോ മക്കളെ തൊട്ടും സമ്പത്തിനെ തൊട്ടും, ആ ബിൽഡിംഗ് എന്റേതാണ്, എന്റെ മോന്റേതാണ്, എന്റെ മുത്ത മോളതാണ്, എനിക്ക് 2 മക്കളെ ഉള്ളൂ, ഒരു മോള്, അവള് ഭർത്താവിന്റെ കൂടെ ഇന്ന സ്ഥലത്താണ്, ലണ്ടനിലാണ്, അമേരിക്കയിലാണ്, അല്ലെങ്കിൽ ഗൾഫിലാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാതെ തന്നെ പറയുന്ന ഒരു ദുരഭിമാനത്തിന്റെ പെരുമയുടെ, സ്വത്തിനെ തൊട്ടും മക്കളെ തൊട്ടും ഇങ്ങനെ പെരുമ പറയാ. പിന്നെ ചില ദുരഭിമാനമൊക്കെ തോന്നുക. കളിയിൽ നിന്ന് തുടങ്ങി വിനോദത്തിലൂടെ വന്ന് അലങ്കാരം. ഞാൻ എന്റെ തടിയെ തന്നെ ഇങ്ങനെ നോക്കി, എന്റെ ബോഡിയെ തന്നെ നോക്കി, കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മാക്സിമം പരമാവധി എങ്ങനെ ഭംഗിയാക്കാമെന്നതിനെ കുറിച്ച് ആലോചിച്ച് ഒരു അലങ്കാരത്തിന്റെ സമയം. ഇതൊക്കെ ജീവിതത്തിന്റെ ഈ റൊട്ടേഷനിൽ കടന്നു പോകുന്നതാണ്. ഇതാണ് ജീവിതമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ അവിടെ മക്കളെടുത്ത് പറഞ്ഞു. മക്കളെ തൊട്ടുള്ളൊരു പെരുമ. എന്റെ മോൻ ഇന്ന സ്ഥാപനത്തിലാ പഠിക്കുന്നതൊക്കെ പറയാൻ വേണ്ടി ചേർക്കുന്ന ആളുകളുണ്ട്. ഓന് താല്പര്യമില്ല, മനസ്സിലായില്ലേ? കുട്ടിക്ക് ആ കോഴ്സ് പഠിക്കാൻ താല്പര്യമില്ല, മോന് ആ ക്യാമ്പസിലേക്ക് പോകാൻ താല്പര്യമില്ല, മോക്ക് ആ കോഴ്സ് പഠിക്കാൻ താല്പര്യമില്ല, അടിച്ചേൽപ്പിക്കുകയാണ് എന്റെ മോൾ ഇന്ന സ്ഥലത്താ പഠിക്കുന്നതെന്ന് പറയാൻ. ഈ അർത്ഥത്തിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും ഇനിയും മാറാത്ത ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാകാം. അവിടെ നമുക്ക് ചില ചിന്തകളും ആലോചനകളും ഉണ്ടാകണം. ഇതൊരു പെരുമക്ക് വേണ്ടിയുള്ളതല്ല. പടച്ചവൻ മക്കളെ കൊടുക്കാത്ത എത്രയോ ആളുകൾ ലോകത്തുണ്ട്.
അള്ളാഹു ഈ പള്ളിയിൽ വൈവാഹിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, എന്നിട്ട് 10 കൊല്ലം 15 കൊല്ലം 8 കൊല്ലം 6 കൊല്ലം ഒക്കെ ആയിട്ട് ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാത്തവർ, ഒരാൺകുട്ടിയെയോ ഒരു പെൺകുട്ടിയെയോ കിട്ടാത്തവർ, ഒരു മോനെയോ ഒരു മോളെ കിട്ടാത്തവർ, അള്ളാഹു അവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതില്ലാത്തവർക്ക് അതിന്റെ വില അറിയാം, ഉള്ളവർ അതിന്റെ പേരിൽ പെരുമ പറയാൻ, അതിന്റെ പേരിൽ മോന്റെ സ്വത്തിനെ തൊട്ടും ബിസിനസിനെ തൊട്ടും മുന്നേ അഹങ്കാരം പറഞ്ഞ് പീഡികത്തിണ്ണയിലിരിക്കുക അല്ല. അള്ളാഹ് കൂടുതൽ ശുക്ർ ചെയ്യാണ് വേണ്ടത്. മക്കളെ തന്ന് ഞാൻ പരീക്ഷിക്കും, തരാതെ പരീക്ഷിക്കും. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ആയത്തിലേക്ക് കടക്കുന്നില്ല. തരാതെ പരീക്ഷിക്കും, തന്ന് പരീക്ഷിക്കും. ആൺകുട്ടികളെ മാത്രം തന്ന് പരീക്ഷിക്കും, പെൺകുട്ടികളെ മാത്രം തന്ന് പരീക്ഷിക്കും. ഇടകലർത്തി തന്ന് പരീക്ഷിക്കും, തരാതെ പരീക്ഷിക്കുമെന്നല്ല ഖുർആനിൽ പറഞ്ഞതാ. ഞാൻ നിങ്ങൾക്ക് മക്കളെ തരാതെ പരീക്ഷിക്കും. അപ്പൊ അതൊക്കെ പരീക്ഷണ. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ഏതൊക്കെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും ഈ ലോകത്ത് ഒരു ലിമിറ്റുണ്ട്. ഇത്ര കൊല്ലം മാക്സിമം ഇതുവരെ, അല്ലെ? അതിനപ്പുറം നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. പടച്ചവൻ നിശ്ചയിച്ചിട്ടുണ്ട്. ശരാശരി ഒരു മുഅ്മിനിന്റെ ജീവിതകാലമായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബൈന 60 വ 70, ഒരു 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അപ്പൊ പിന്നെ ഏതായാലും പരലോകത്തിലേക്ക് അധ്വാനിക്കേണ്ട ആളാ. എന്നാ പിന്നെ ദുനിയാവിനോട് യാതൊരു ബന്ധമില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ദുനിയാവിന് വേണ്ടി അധ്വാനിക്കണം. നിങ്ങൾ പണമുണ്ടാക്കണം ഹലാലായ മാർഗത്തിൽ, ഐശ്വര്യത്തോടുകൂടി ജീവിക്കണം, ഏറ്റവും അഭിമാനത്തോടുകൂടി ജീവിക്കണം. നല്ല അള്ളാഹു ധാരാളം സമ്പത്ത് നൽകിയ സഹാബി കീറിയ കുപ്പായവുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വന്നിരുന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണിത് നബിയെ? എനിക്ക് ദുനിയാവിനോട് താല്പര്യമില്ല, ഞാൻ പരലോകത്തെ കുറിച്ച് ഓർക്കുകയാണ്, എന്തിനാ കുറെ നല്ല കുപ്പായങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ് ചെയ്തത്. അള്ളാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാല, അല്ല ഭംഗിയുള്ളവനാണ്, അല്ല ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. പടച്ചവൻ നിനക്ക് സ്വത്ത് തന്നിട്ട് എന്തിനാത് എന്ന് ചോദിച്ചുകൊണ്ട് അയാളോടത് മാറ്റി വരാൻ ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ നല്ല ചെരുപ്പ് വാങ്ങുക, നല്ല ഡ്രസ്സ് വാങ്ങുക, അതൊന്നും ദൂർത്തല്ല. പക്ഷേ അവിടെയും നമുക്കറിയാം എവിടെയാണ് അവിടെ ദൂർത്തു വരുന്നത് എന്ന്. ഒന്ന് നല്ലതുണ്ടായിട്ട് വീണ്ടും, അല്ലെ, ചിലത് നല്ലതുകൾ ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഇതൊക്കെയാണ് മോഡൽ, ഇതൊക്കെയാണ് ഫാഷൻ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ട് അനാവശ്യങ്ങൾ ആവശ്യങ്ങളാക്കി മാറ്റുമ്പോ, പ്രിയപ്പെട്ടവരെ, സർവശക്തനായ റബ്ബിന്റെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. അതുകൊണ്ട് ഖുർആൻ പറയാണ് വലദ്ദാറുൽ ആഖിറ, ആ പരലോക ഭവനം ഖൈറുൽ ലില്ലദീന യത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ള ആളുകൾക്കുള്ളതാണ്. അഫലാ തഅഖിലൂൻ, ഈ പ്രയോഗം ഉണ്ടല്ലോ ഖുർആനിൽ, അഫലാ തഅഖിലൂൻ, അഫലാ യതദക്കറൂൻ, അഫലാ യതഫക്കറൂൻ, ഈ ഇങ്ങനെയുള്ള ചോദ്യം 200-ലധികം ആയത്തുകളിൽ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊരു വിഷയം പറയുമ്പോ അവര് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു പറയുന്നത്. ചിന്താശക്തിയുള്ളവർ നമ്മൾ മാത്രമാണ്. ഇവിടുത്തെ മൃഗജന്തു ലോകങ്ങൾക്കില്ല. അവർ ഇനി 100 കൊല്ലം കഴിഞ്ഞാലും ഇനി 200 കൊല്ലം കഴിഞ്ഞാലും അവർക്കൊരു പുതിയ ടെക്നോളജി കണ്ടെത്താൻ അവർക്ക് കഴിയില്ല. അവിടെ കൂട് നിർമ്മാണത്തിൽ ഇല്ല. ബീവർ എന്ന മൃഗം അതിന്റെ പല്ലുപയോഗിച്ച് മരങ്ങളെ മുറിച്ചെടുത്ത് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊണ്ടുപോയി അതിന്റെ താമസ സൗകര്യം ഒരുക്കുന്ന രീതിയിൽ നിന്നത് മാറില്ല. ഒരോലയിൽ തൂങ്ങിപ്പിടിച്ച് കൂടുണ്ടാക്കി ആ കൂട് കെട്ടുന്ന കുരുവി ഇനിയും കുറെ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോ അതിന്റെ രീതി ഒരിക്കലും മാറ്റുകയില്ല. നമ്മളാണ് മാറുന്നത്. നമുക്ക് അടിസ്ഥാനപരമായ ദീനീ രംഗത്ത് നിന്നുകൊണ്ട് ഭൗതികമായ ഈ ലോകത്തിലെ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് ഇസ്ലാം എതിർത്തിട്ടില്ല. നമ്മൾ ബുദ്ധിയുള്ളവരാണ്, ചിന്താശക്തിയുള്ളവരാണ്. പക്ഷെ നമ്മുടെ പ്രാധാന്യത്തോടുകൂടി നാം കാണേണ്ടത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ചില ആളുകൾ, അവർ ഒരു കൂട്ടം ആളുകളെ പറ്റി പറഞ്ഞിട്ട് പറയണേ, അവർ ദുനിയാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, മനുഷ്യർ ചിന്തിക്കുന്നുവെങ്കിൽ, ആലോചിക്കുന്നുവെങ്കിൽ വരാനിരിക്കുന്ന ലോകമാണ് ഖൈറും, ഏറ്റവും ബാക്കിയാകുന്നതും എന്നും നിലനിൽക്കുന്നതുമായ ലോകം പരലോകമാണ് എന്ന് അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് അല്ലാഹു തആല ഖുർആനിലൂടെ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു ഇൽമാണ്. ഈ ഖുത്ബയിൽ നമ്മൾ കേൾക്കുന്നത് ഇൽമാണ്. ചിലപ്പോ ഒരു പുതിയ ഇൽമായിക്കൊള്ളണമെന്നില്ല, നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതൊരു ഉണർത്തലാണ്. നമുക്കറിയുന്ന കാര്യം ഒരാൾ പറയുമ്പോൾ അതൊരു ഉത്ബോധനമാണ്, ഓർമ്മപ്പെടുത്തലാണ്. അത് വീണ്ടും നമ്മുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവന്നൊരു പുതുക്കലാണ്. അതും ഒരു ഇൽമാണ്.
ഒരാശാരി പണിയെടുക്കുന്ന ആൾ അത് ഇൽമാണ് അല്ലേ? വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾ അതൊരു ഇൽമാണ്. എല്ലാ സ്ഥലത്തും ഇൽമുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ഇൽമ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ലോകത്തെക്കുറിച്ച് ഏതൊക്കെ പുതിയ അറിവുകളുണ്ടോ എല്ലാം നേടിയ ഒരാൾ പരലോകമെന്ന് പറയുന്ന ലോകത്തെ നിഷേധിക്കുന്നുവെങ്കിൽ, മരണാനന്തരമുള്ള ജീവിതത്തെ ഓർക്കുന്നില്ലെങ്കിൽ, ഖബർ എന്ന് പറയുന്ന ലോകത്തെക്കുറിച്ച് ചിന്ത വരുന്നില്ലെങ്കിൽ, അയാളുടെ ഏതേത് അറിവുകളും അയാൾക്ക് ഈ ലോകത്ത് വെച്ചുകൊണ്ട് അവസാനിക്കുന്ന ഒരു നൈമിഷികമായ ഇൽമായി അവസാനിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പ്രവാചകന്മാർ ദുആ ചെയ്തതുപോലെ. എന്താ അവർ ദുആ ചെയ്തത്? റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് നീ ഇൽമ് വർദ്ധിപ്പിച്ചു തരണമേ അല്ലാ. ചെറിയ കുട്ടികൾ മുതൽ നമ്മളൊക്കെ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ, രാവിലെയും വൈകുന്നേരം ഒക്കെ ചൊല്ലേണ്ട പ്രാർത്ഥനയിൽ, അല്ലാഹുവേ ഇന്നി അസ്അലുക, പടച്ചവനെ റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഇൽമൻ നാഫിഅ, ഏതെങ്കിലും ഇൽമ കിട്ടിയിട്ട് കാര്യമില്ല, ഇൽമൻ നാഫിഅ, ഉപകാരമുള്ള ഇൽമ പ്രദാനം ചെയ്യണേ അല്ലാ. വരിസുഖൻ ത്വയ്യിബ, ഏതെങ്കിലും നിലക്ക് ഭക്ഷണം കിട്ടിയാ പോരാ. പോക്കറ്റ് അടിച്ചു പോയി 1000 രൂപ കൂലിപ്പണിക്കാരന്റെ പോക്കറ്റിൽ നിന്ന്, അയാൾ വൈകുന്നേരം വരെ അധ്വാനിച്ച കൂലിയ. പോക്കറ്റ് അടിച്ചുകൊണ്ട് അയാള് വാങ്ങിയാൽ കിട്ടുന്ന അരി ഒന്നെന്നെയായിരിക്കും, പഞ്ചസാര ഒന്നെന്നെയാണ്. അയാൾ ഈ 1000 രൂപക്ക് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന്റെ ടേസ്റ്റും ഒന്നായിരിക്കും. പക്ഷേ പടച്ചവനെ എങ്ങനെങ്കിലും ഭക്ഷണം തന്നാൽ പോരാ. വരിസുഖൻ ത്വയ്യിബ, ഏറ്റവും നല്ല ഭക്ഷണം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങൾ ബിസിനസ് നടത്തി, ഞങ്ങൾ കച്ചവടം നടത്തി, ഞങ്ങൾ കൂലിപ്പണിയെടുത്ത്, ഞങ്ങൾ റിക്ഷ ഓടിച്ച്, ഞങ്ങൾ ഡ്രൈവറായി ജോലി ചെയ്ത്, അല്ലാഹുവെ കഠിനാധ്വാനം ചെയ്ത്, പാറമടക്കുകളിൽ പണിയെടുത്ത് കൊണ്ടുവരുന്ന ആ സ്വത്തുണ്ടല്ലോ റബ്ബേ, അത് ഞങ്ങൾക്ക് ഹലാലായ സ്വത്താക്കി, നിന്റെ ബറക്കാത്തുകൾ ചൊരിഞ്ഞു തരുന്ന സ്വത്താക്കി ഞങ്ങൾക്ക് നീ ഉപജീവനം നൽകണേ. വരിസുഖൻ ത്വയ്യിബ, അതാണ് പറഞ്ഞത്. എങ്ങനെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പോരല്ലോ, അതൊരു മുഅ്മിന് പറ്റൂല. അതുകൊണ്ടാണ് വിശന്ന് പൊരിഞ്ഞ് വെറുതെ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സ്വഹാബിയുടെ ഭാര്യ, സ്വഹാബി പറഞ്ഞു, മക്കള് കരയാണ്, ഉമ്മ കരയാണ്, വീട്ടിലെല്ലാവരും വിശന്ന് ദിവസങ്ങളായി ഭക്ഷണം കിട്ടാതെ കരഞ്ഞപ്പോ ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോ സ്വഹാബിയുടെ കൈമ പിടിച്ചു ഭാര്യ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ഈ കരച്ചിലും ഈ മക്കളുടെ വിശപ്പും ഇവരുടെ ഈ വേദനയും കണ്ണുനീരും കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഉപജീവന മാർഗമായി നൽകുമ്പോ അതിനെക്കുറിച്ച് പഠിക്കാതെ കൊണ്ടുവരരുത് കേട്ടോ. പിന്നെ ഇന്ന നസ്ബിറു, ഞങ്ങൾ ക്ഷമിച്ചോളാം, ഇന്ന നസ്ബിറു അനിൽ ജൂ, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം, പക്ഷേ വല നസ്ബിറു അനിന്നാർ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലട്ടോ. ഇത്രയും ദിവസം ഞങ്ങൾ പട്ടിണിയിലാണ് എന്ന് വിചാരിച്ച് ആരോ എന്തോ തന്നപ്പോ അത് ഹലാലാണോ ഹറാമാണോ നോക്കാതെ, മക്കളുടെ വിശപ്പും കരച്ചിലും കണ്ടിട്ട് ആലോചിക്കാതെ തരരുത് എന്ന് സൂക്ഷ്മത പാലിക്കുന്ന സഹാബിയോട് സഹാബിയുടെ ഭാര്യ ഓർമ്മപ്പെടുത്തി കൊടുത്തത് എന്തിനാണ്? അതാണ് ഇവിടെ പറഞ്ഞത്, പടച്ചവനെ ഞങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം നീ ഇഷ്ടപ്പെടുന്ന ഹലാലായ ഭക്ഷണമാക്കി, ത്വയ്യിബായ ഭക്ഷണമാക്കി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനാക്കണേ. എത്രയോ ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നിസ്കാര രംഗത്ത് പടച്ചവനെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ, നീ സ്വീകരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ, നീ സ്വീകരിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ പടച്ചവനെ ഞങ്ങളുടെ അമലുകളിൽ പാളിച്ച പറ്റരുത്. അതുകൊണ്ട് നല്ല അമല് ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇനി ഒരു പ്രാർത്ഥന കൂടി നമുക്ക് ഈ ഖുത്ബയിൽ പഠിക്കാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. എന്താ ഇതിന്റെ അർത്ഥം? വളരെ അർത്ഥവത്തായ എന്നാൽ സിമ്പിളായ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് ശരണം തേടുകയാണ്, നിന്നോട് അഭയം ചോദിക്കുകയാണ്. എന്തിൽ നിന്ന്? മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത ഇൽമ്. മൊബൈൽ എടുത്ത പലതും ഒക്കെ ഇൽമാ കേട്ടോ, നെറ്റ് തുറന്ന പലതും വരും, ഒക്കെ ഇൽമാണ്. ഒരു അറിവായിരിക്കും, പലർക്കും പല അറിവായിരിക്കും. പക്ഷെ പടച്ചോനെ ഞങ്ങൾക്ക് തരുന്നത് ഉപകാരമുള്ള ഇൽമാവണേ അല്ലാ. അതാ പ്രാർത്ഥന. നമ്മുടെ മനസ്സുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് പറയാ ആ പ്രാർത്ഥന. അല്ലാഹുവേ ഇന്നി അഊദു ബിക, പടച്ചവനെ ഞാൻ നിന്നോട് ശരണം ചോദിക്കുകയാണ്, അഭയം ചോദിക്കുകയാണ്. മിൻ ഇൽമിൻ ലാ യൻഫഉ, മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്തൊരു ഇൽമ്
പടച്ചോനെ എനിക്ക് നീ ഒരിക്കലും തരരുത്. പിന്നെ വമിൻ ഖൽബിൻ ലാ യഖ്ശ, ഭയപ്പാടില്ലാത്ത ഹൃദയം. പടച്ചോനെ കുറിച്ച് കേട്ടിട്ട്, ഖബറിനെ കുറിച്ച് കേട്ടിട്ട്, നരകത്തെ കുറിച്ച് കേട്ടിട്ട് മനസ്സിന് യാതൊരു പേടിയില്ല. മരണം ആലോചിച്ചിട്ട് പേടിയാവുന്നില്ല. ചില ആളുകളൊക്കെ മുസ്ലിം പേരിട്ട ആളുകൾ വരെ അതൊക്കെ മരിക്കുമ്പോഴല്ലേ, അതൊക്കെ ഖബറിലെത്തിയിട്ടല്ലേ, അതൊക്കെ പരലോകത്തല്ലേ, അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരെ നടത്തുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് റബ്ബേ, നല്ല പേടിയുള്ള ഖൽബ് എന്ന് പറഞ്ഞ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് റബ്ബേ, മനസ്സിന് പേടി തോന്നുന്ന, ഖൽബിന് വിഷയങ്ങളെ കേൾക്കുമ്പോ ഭയപ്പാട് തോന്നുന്ന ഒരു ഖൽബല്ലാത്ത ഖൽബ് നീ എനിക്ക് തരല്ലേ അല്ലാ. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, എന്താണ് ഈ പിന്നെ തൃപ്തിപ്പെടാനാവാത്ത, എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടാനാവാത്ത ഒരു ശരീരം, അതിനെ തൊട്ട് ഞാനിതാ പടച്ചവനെ നിന്നോട് അഭയം ചോദിക്കുകയാണ്. വമിൻ ദുആഇൻ ലാ യുസ്മഅ, പടച്ചവനെ പ്രാർത്ഥിച്ചിട്ട് അതിന് ഉത്തരം കിട്ടാൻ പറ്റാതെ പോകുന്ന, ഉത്തരം കിട്ടാൻ സാധ്യതയില്ലാതെ പോകുന്ന പ്രാർത്ഥനയെ തൊട്ടും ഞാനിതാ നിന്നോട് അഭയം ചോദിക്കുകയാണ്. ഇപ്പൊ 4 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ, അതിന്റെ ആശയമെങ്കിലും ഓർമ്മ ഉണ്ടാവണം. 1, ഉപകാരമില്ലാത്ത ഇൽമ്, ഉപകാരമില്ലാത്ത ഇൽമ്. 2, പേടി തോന്നാത്ത ഖൽബ്, മനസ്സിന് ഭയപ്പാട് തോന്നാത്ത ഹൃദയം. 3, തൃപ്തിപ്പെടാനാവാത്ത ശരീരം, ഉത്തരം കിട്ടാതെ പോകുന്ന പ്രാർത്ഥനകൾ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് നീ അഭയം നൽകണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇദാ മാതൽ ഇൻസാനു, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇദാ മാതൽ ഇൻസാനു ഖതഅ അൻഹു അമലുഹു, അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോവുകയാണ്. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴിച്ച്. ഏതാണ് 3 കാര്യങ്ങൾ? ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, നിങ്ങൾ കൊടുത്ത നിലനിൽക്കുന്ന സ്വതക്ക. ഒരു കിണറുകൾ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്, എത്ര മനുഷ്യരാണ് അതിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതിഫലം നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എണ്ണി പറയാവുന്ന ഒരുപാട് സ്വതക്കകളുണ്ട്. നിങ്ങളൊരു പാവപ്പെട്ട മനുഷ്യനൊരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, അതിലെത്ര കാലം അവർ താമസിക്കുന്നുവോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അക്കൗണ്ടിലേക്ക് വീണ്ടും പ്രതിഫലം വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രവാചകൻ പറയുന്നത്. ഒന്നേതാ? ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്. നിങ്ങൾ കേട്ടൊരു ഇൽമ് നിങ്ങളെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ മരിച്ചു, ആ ഭാര്യ നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങളെ മക്കൾ നിങ്ങളുടെ ഉപദേശം കേട്ട് സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അയൽവാസികൾ നിങ്ങളുടെ ഉപദേശം കേട്ട് നിസ്കരിക്കാത്ത ഒരാൾ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, പള്ളിയിൽ വരാത്ത ഒരാൾ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 100 കൂട്ടം വിഷയങ്ങൾ. അത് ഉപകാരപ്രദമായ ഇൽമാണ്. ഔ വലദിൻ സ്വാലിഹ്, നല്ല ഒരു സന്താനം. യദ്ഉ ലഹു, അവന് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. ഇത് 3 ബാക്കിയാകുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്കൊരു മകനുണ്ട്, 5 കുട്ടികളുണ്ട്, 4 മക്കളുണ്ട്. നല്ല ഡിഗ്രിയാണ് പഠിക്കുന്നത്, ഒരു പ്രശ്നമല്ല, പഠിക്കട്ടെ. പക്ഷേ ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മയ്യത്തിന്റെ മുന്നിൽ അവിടെ 100 കണക്കിന് മനുഷ്യർ പള്ളിയിൽ തടിച്ചുകൂടിയപ്പോ 22, 25, 18, 19 വയസ്സുള്ള ഒരു മോനുണ്ട്. മോനോട് പറഞ്ഞു, ഉപ്പാന്റെ മയ്യത്തല്ലേ, നീ ഇമാമുക്ക് നിന്നോ. നിന്റെ അത്ര ഈ ഉപ്പായോട് ഇത്ര വലിയ കടപ്പാട് വന്ന ആളുകൾക്കൊന്നും ഉണ്ടാവില്ല. കാരണം നീ ആ ഉപ്പാന്റെ ചോരയാണ്, കൊണ്ട് നിന്നോ, ഇമാമ നിന്നോ. പക്ഷെ ഓ നിൽക്കണില്ല. എന്താ കാര്യം? ഒരു ചില ആളുകൾക്ക് അത് സഹിക്കാൻ പറ്റണില്ല. ശരി, പ്രശ്നമില്ല. മറിച്ച് ഞാനിപ്പോ നിന്നാല് ഉറക്കനെ ചൊല്ലുന്നില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിലുണ്ട്, എനിക്ക് സത്യത്തിൽ ആ പ്രാർത്ഥനയുടെ അർത്ഥമൊന്നും അറിയില്ല. അവന്റെ മനസ്സ് പറയാണ്, ബാപ്പാന്റെ മയ്യത്ത് നിസ്കാരത്തിന് ഞാൻ നേതൃത്വം കൊടുത്ത് അല്ലാഹു അക്ബർ എന്ന് എല്ലാവരും കേൾക്കും, സലാം വിട്ടുന്നതും കേൾക്കും, ബാക്കി ചൊല്ലേണ്ടത് എന്റെ മനസ്സിലാണ്. പക്ഷെ അതിന്റെ പ്രാർത്ഥനയും അർത്ഥമൊന്നും എനിക്ക് ശരിക്കറിയില്ല. പിന്നെ ഞാൻ നിൽക്കാൻ യോഗ്യനല്ല. കണ്ടോ? മരണശേഷം കൂട്ടുകാരോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പം നിങ്ങൾ ഇതുവരെ നടത്തിയ കച്ചവടങ്ങളെ ഏറ്റെടുത്ത്, ബിസിനസ്സിനെ ഏറ്റെടുത്ത് നിങ്ങളുടെ മകൻ മുന്നോട്ട് പോകുമ്പോ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നിങ്ങളുടെ ഖബറിനടുത്ത് വന്ന് സമയമുണ്ടെങ്കിൽ, ഇല്ല വരാതെ കാറിലിരുന്ന്, ബസ്സിലിരുന്ന്, ട്രെയിനിലിരുന്ന്, ഫ്ലൈറ്റിലിരുന്ന്, കച്ചവട സ്ഥലങ്ങളിലിരുന്ന്, ഓഫീസിലിരുന്ന് ഈ വാപ്പയെ ഓർത്തുകൊണ്ട്, പടച്ചവനെ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ദീനീബോധമുള്ള ഞങ്ങളുടെ ഉപ്പ വേർപിരിഞ്ഞിട്ട് ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി
പുറത്തു കൊടുക്കണേ വാപ്പാക്ക് എന്ന് അള്ളാഹുവിനോട് പറയാൻ പറ്റുന്ന ഒരു മോൻ നമുക്ക് ഖബറിൽ ഇങ്ങനെ വന്ന് അക്കൗണ്ടിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ എന്തിനാണ് ഈ സമയത്ത് അത് പറഞ്ഞത്? നമ്മൾ പല കോഴ്സുകളും തെരഞ്ഞെടുക്കുന്ന സമയമാണ്. ശരി, എന്താവട്ടെ, എന്റെ മോന് പൂർത്തിയാക്കും നമുക്ക് ഉറപ്പുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി ഇറങ്ങുന്നതിന്റെ തലേ ദിവസം നാളെ അവിടുന്ന് അവരുടെ യാത്രയൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയം തലേ ദിവസം ഒരു കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രൈസ്തവ സഹോദരന്റെ മോനാണ്. അയാള് നെഞ്ചത്തടിച്ച് കരഞ്ഞിങ്ങനെ ആർത്ത് കരഞ്ഞിട്ട്, അയാൾക്ക് ആകെ ഒരു മോനേ ഉള്ളൂ, മോനായിട്ട്, പിന്നെ ഒരു മോളുണ്ട്. ഞാൻ അന്നത്തെ ഓർമ്മയിൽ പറയാൻ, ആർത്ത് കരയാ, ഇനി എനിക്കാരുണ്ട്, ഞാൻ പഠിപ്പിച്ചത് എന്തിന്, എല്ലാം നഷ്ടമായല്ലോ. പക്ഷെ അവിടെ ഒരു പരലോകബോധവും സ്വർഗ നരകവും എല്ലാം ചിന്തിക്കുന്ന ഒരാൾ, സങ്കടം എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷേ എന്റെ മോൻ ഇതുവരെ വളർന്നത് നേരെയാണ്, ഇതുവരെ പഠിച്ചത് നേരെയാണ്, ഇതുവരെ പ്രവർത്തിച്ചത് നേരെയാണ്, ശരി, ഖൈറുണ്ടാവും, ഞാൻ ക്ഷമിക്കുന്നു. പരലോകമെന്ന് പറയുന്ന ലോകത്തുനിന്ന് പടച്ചവൻ എനിക്ക് രണ്ടാമതും എന്റെ മോനെ കാണിച്ചു തരുമെന്ന ഒരു വിശ്വാസവും കരുത്തും വിശ്വാസിക്കല്ലാതെ ആർക്ക് കിട്ടും? അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു കൂടുതൽ ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹിനെ കൂടുതൽ ഭയപ്പെടുക, കൂടുതൽ അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞ ആളുകളാണ്. ഖുർആൻ പറഞ്ഞതാണ്, ഹദീസ് പറഞ്ഞതാണ്, ഇന്നമാ യഖ്ഷല്ലാഹ, കേട്ടോ, അള്ളാഹിനെ തീർച്ചയായിട്ടും ഭയപ്പെടുന്ന ആളുകൾ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹിന്റെ അടിമകളിൽ ഇൽമ നേടിയ ആളുകളാണെന്ന് ഖുർആൻ. ഇന്നമാ യഖ്ഷല്ലാഹ, അള്ളാഹിനെ ഭയപ്പെടുന്നത് മിൻ ഇബാദിഹിൽ ഉലമാ, ഇൽമ കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഇൽമ നേടാനുള്ള ഒരു പരിശ്രമം നമ്മളൊക്കെ നടത്തണം എന്ന് ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഏതാനും ദിവസങ്ങളാണ് നമ്മുടെ ബലിപെരുന്നാളിന്റെ മുന്നിലേക്കുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും ലാസ്റ്റ് സമയത്ത് ബലിയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നാം വിശദീകരിക്കാതെ ഒരൊറ്റ ഹദീസ് മാത്രം കേൾപ്പിച്ചാൽ ആ ബലിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. ഒരൊറ്റ ഹദീസ് മാത്രം കേട്ടാൽ നമുക്ക് ബലിയെറുക്കാനുള്ള അനുവാദമുണ്ട്. അള്ളാന്റെ പേരിലല്ലാതെ ബലികർമ്മങ്ങൾ ധാരാളം ലോകത്ത് നടക്കുന്നുണ്ട്. അതിനിഷ്ടം പോലെ ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ലഅനല്ലാഹ്, അള്ളാഹ് ശപിച്ചു. നോക്കുള്ള ഹദീസിന്റെ പദം തന്നെ കണ്ടോ, ലഅനല്ലാഹ്, അള്ളാഹ് ശപിച്ചു. എങ്ങനെ? ആരെ? മൻ ദബഹ, അറുത്തവനെ. അപ്പൊ അറുക്കുന്ന ആളെ അള്ളാഹ് ശപിക്കുന്നുണ്ട്. ആരാണ്? ഏതർത്ഥത? അറുക്കുന്നത് പോത്തിനെയാണ്, അറുക്കുന്നത് ആടിനെയാണ്, അറുക്കുന്നത് ഒട്ടകത്തെയാണ്. എന്തിനാ അള്ളാഹ് ശപിച്ചത്? വ്യത്യസ്ത പ്രയോഗങ്ങൾ കാണാം ഹദീസിൽ, കേട്ടോ. മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുത്തവനെ അള്ളാഹ് ശപിച്ചു. ഞാൻ പച്ചക്ക് പറയുകയാണെങ്കിൽ, ഒരാൾ പറയാ, ഇത് ബദരീങ്ങളെ ഓർത്തിട്ട് അറുക്കണേ, ബദരീങ്ങളുടെ പേരിൽ ഞാനൊരു പോത്തിനെ അറുത്ത് കൊടുക്കുകയാണ്. ഇറച്ചി സാധാ ഇറച്ചി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നീയത്തു മാറി ഈ പോത്തിനെ വില കൊടുത്ത് വാങ്ങി, അത് അറുത്തു, അതിന്റെ ക്യാഷ് കൊടുത്തു, അതിനെ വേണ്ടതുപോലെ അതിനെ ഭാഗം ചെയ്തു, എന്നിട്ട് അയൽവാസികൾക്കും നാട്ടുകാർക്കും എത്തിച്ചു കൊടുത്തു, ഉറക്കമൊഴിച്ചു, അധ്വാനിച്ചു. അല്ലാഹ് പറയല്ല, അല്ലാഹ്, നിനക്ക് എന്റെ ശാപമാണുള്ളത്. എന്താ കാരണം? അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണ് ബലികർമ്മമുള്ളത്. അതുകൊണ്ട് ഒരു മഹാന്റെ പേരിലും അറക്കാൻ പാടില്ല, ഒരു നേതാവിന്റെ പേരിലും അറക്കാൻ പാടില്ല. അള്ളാന്റെ പേരിൽ മാത്രമാണ് ബലി. ഒരു ഹദീസിൽ കാണാം, മൽഊനും മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കാതെ പടച്ചവന്റെ പേരിലല്ലാതെ അറുത്തവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ നമുക്ക് ഹലാലായി സുന്ന മുഅക്കദയായി അറുക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. സാമ്പത്തിക ശേഷിയുള്ളവന് നിർബന്ധമായ അറുവാണ്. അതിന് ഞാൻ പറഞ്ഞു, ഒരൊറ്റ ഹദീസ് കേട്ടാൽ മതി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് മാത്രം, മൻ വജദ സഅ, മൻ വജദ സഅതൻ, ഒരാൾക്ക് ശേഷിയുണ്ട്, കേട്ടോ, എന്തിന്? ലി അൻ യുളഹിയ,
അറുക്കാനുള്ള ശേഷി ഒരാൾക്കുണ്ട്, ബലി അറുക്കാനുള്ള കഴിവ് സാഹചര്യം ഒരാൾക്കുണ്ട്. പക്ഷേ ഫലം യുളഹി, അയാൾ അറുത്തില്ല. ഇനി കുറേ ബലി കുറിച്ച് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമല്ല ഞാൻ പറയണത്, ഒരൊറ്റ ഹദീസ് കേട്ടാൽ മതി. ഒരാൾക്ക് ബലി അറുക്കാനുള്ള ശേഷിയും സാഹചര്യവും കഴിവുമുണ്ട്, പക്ഷേ ഫലം യുളഹി, അയാൾ അറുത്തില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എങ്കിൽ ഫലാ യഹ്ലുർ മുസല്ലാന, അവൻ ബലി പെരുന്നാളിന്റെ മുസല്ലയിലേക്ക്, എന്റെ മുസല്ലയിലേക്ക് വരരുത്. എന്താ പറഞ്ഞേ? ബലി അറുക്കാനുള്ള കഴിവും ശേഷിയും സാഹചര്യമുള്ള ഒരാൾ ബലി അറുക്കാതെ ഇരുന്നിട്ട് മുസല്ലിം പിടിച്ചിട്ട് ബലി പെരുന്നാളിന്റെ ഈദ്ഗാഹിലേക്ക്, എന്റെ മുസല്ലയിലേക്ക് നിങ്ങൾ ഹാജരാവരുത്. ഇനി ഇതിലാറ് എന്ത് വിശദീകരണം ആവശ്യമുള്ളത്? അപ്പോ ചോദിക്കും, എനിക്കിപ്പോ ഒരു പോത്തിനെ വാങ്ങാനുള്ള കഴിവില്ല, അതുകൊണ്ടാ പറഞ്ഞത് 7 പേർക്ക് ചേർന്നിട്ട് അറുക്കാം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഷെയറിന് 9,000 രൂപയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. 7 പേർക്ക് ചേർന്നിട്ട് അറുക്കാം. അല്ല, ഒരാടിനെ നിങ്ങൾക്ക് സ്വന്തമായി അറുക്കാം. കാളയും പോത്തും ഒട്ടകൊക്കെ ആണെങ്കിൽ 7 പേർക്ക് പങ്കാളികളായിട്ട് അറുക്കാം. അപ്പോ ഇങ്ങനെ ഒരു പോത്തിനറുക്കുന്നതിൽ 7 പേര് ചേരുന്നതിൽ ഒരാളായി ചേരാൻ എനിക്ക് കഴിവുണ്ടോ? ഇല്ലേ? എങ്കിൽ നമ്മൾ അറുക്കണം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു കൂടുതൽ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മദ്രസയുടെ എന്താ പറയാ, ഒരു പ്രവേശനോത്സവം എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും മദ്രസയിലേക്ക് പ്രവേശിക്കുന്ന സമയം കൂടിയാണ്. സ്കൂളിലേക്ക് മാത്രമല്ല, മദ്രസ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഞായറാഴ്ചയാണ് 8 മണിക്ക് രാവിലെ. നമ്മുടെ കുട്ടി ഒരു LKGയിൽ ചേർത്തിയാൽ, പുതിയൊരു ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയാൽ, അവിടെ മീറ്റിങ്ങിന് വിളിച്ച എല്ലാവരും എത്തും. മദ്രസയുടെ ഒരു തുടക്കാണ് ഞായറാഴ്ച 8 മണിക്ക് എല്ലാവരും വരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് താല്പര്യക്കുറവുണ്ടോ? ആ താല്പര്യക്കുറവ് നമ്മുടെ മക്കളെ ബാധിക്കും. സ്കൂളിലേക്ക് പോകുമ്പോൾ ആവേശവും ഉന്മേഷവും ഒരുക്കവും ജാഗ്രതയും, ഉമ്മ അതിനുവേണ്ടി ഇങ്ങനെ അധ്വാനിക്കുന്നതും വാപ്പ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നതും മദ്രസയുടെ പഠനത്തിനില്ലേ? കുട്ടിയുടെ മനസ്സിൽ ഇതിനത്ര പ്രാധാന്യമില്ലെന്ന തോന്നലുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഖുത്ബയിൽ തന്നെ പറയാണ്, ഞായറാഴ്ച 8 മണിക്ക് നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നിങ്ങൾ മദ്രസ തുടക്കത്തിൽ പങ്കെടുത്ത് ആ സന്തോഷത്തിൽ പങ്കാളികളായി, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മുടെ മക്കളുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു കുതൽ ആ കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും, ഇംഗ്ലീഷ് മീഡിയങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ അതിനൊന്നും എതിർക്കുന്നില്ല. പക്ഷേ മദ്രസ പതുക്കെ ഇവിടെ ഉണ്ടോന്നറിയില്ല, മദ്രസ പതുക്കെ ഇല്ലാതെയാകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അവിടുന്ന് കിട്ടുന്നൊരു ഇൽമ്, നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിന്റെ ആ സമയത്ത് കിട്ടുന്നൊരു ഇൽമ്, പ്രിയപ്പെട്ടവരെ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കിട്ടുന്നൊരു ഇൽമ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ആ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കൂടുതൽ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, നീ പൂർണ്ണമായി ശിഫ കൊടുക്കണേ അല്ലാ. കടത്തിൽ കുടുങ്ങിയ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അള്ളാഹുവെ നീ പോംവഴികൾ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും നിന്റെ റഹ്മത്തും നിന്റെ ബറക്കാത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് മരിക്കുന്ന ഏത് സമയം, ഏത് സ്ഥലം, ഏത് ദിവസം, ഏത് ഡേറ്റ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. റബ്ബേ, നീ നിശ്ചയിച്ചിട്ടുണ്ട്. എവിടെയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനർ റിയാ. അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനൻ നിഫാഖ്. അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനശ് ശിർക്ക് വൽ കുഫർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.